ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. റൈഫിൾ ക്ലബ്ബ് തിയേറ്ററുകളിലെത്തിയ ആദ്യ ദിവസം മുതൽ തിയേറ്ററുകളിലെ മികച്ച കളക്ഷൻ, ഡീസന്റ് കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ബഡ്ജറ്റ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ വന്നിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ രണ്ടാമത്തെ ശനിയാഴ്ചയും സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 10ാം ദിവസം 43 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 80 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 11-12 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ഗ്രോസ് 19-20 കോടി റേഞ്ചിലുമാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് 8 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആഷിഖ് കപൂർ സിനിമ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ക്രിസ്മസ് റിലീസായി എത്തി ഒരുപാട് നിരൂപകരിൽ നിന്നെല്ലാം തന്നെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടും ഇനിയും തിയേറ്ററുകളിൽ വിജയിക്കാനാവാതെ പോയ, ഒപ്പം നല്ല കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ സിനിമയായിട്ട് ഇടി മാറിയിരിക്കുകയാണ്. ഇന്നലത്തേക്കാൾ കളക്ഷൻ വർധന ഉണ്ടെങ്കിലും 9 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 2 കോടിക്ക് അടുത്തുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ സ്റ്റാറ്റസ് ലഭ്യമല്ല. ബോളിവുഡിലെ ഏറ്റവും പുതിയ ഡിസാസ്റ്റർ സിനിമയായിട്ട് ബേബി ജോൺ ഉറപ്പാക്കിയതാണ് നിലവിൽ ബോളിവുഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ട്. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 27 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇന്ന് ഉൾപ്പെടെയുള്ള കളക്ഷൻ 30 കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷൻ അറിയാനായിട്ട്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണല്ലോ മാക്സ്. കിച്ച സുദീപ് നായകനെത്തിയ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 20 കോടി കടന്നിരിക്കുകയാണ്. അവസാനമായിട്ട് അല്ലു അർജുന്റെ പുഷ്പ 2 വരികയാണെങ്കിൽ തെലുഗു പാനന്തൻ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയുടെ ട്രാക്കേഴ്സ് ഫിഗേഴ്സ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുമ്പോൾ ഇന്നലെ വരെയുള്ള സിനിമയുടെ 23 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 1600 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും നാളെയും കൂടി നല്ലൊരു കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ ഇതിനോടകം തന്നെ 1720 കോടിയോളം രൂപയാണ്. അടുത്ത ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിൽ വരും. കാത്തിരിക്കൂ കൂടുതൽ കളക്ഷനായിട്ട്.